കൂട്ടുകാരെ, നമുക്കൊന്നൊരു പൂരിക്ക് സിമ്പിൾ ആയിട്ടൊരു കറി ഉണ്ടാക്കാം. 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് ഒരു 4-5 വിസിലടിപ്പിച്ച് വേവിക്കുക. ഈ സമയം നമുക്ക് 3 സവാള, 2 തക്കാളി, ഇഞ്ചി, പച്ചമുളക് എടുത്ത് വെച്ച് അരിഞ്ഞു വെക്കാം. ഇനി ഒരു കടായിലേക്ക് ഏത് എണ്ണയാലും കുഴപ്പമില്ല, ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് കടുകിട, ഉഴുന്നും പരിപ്പിട, കടലപ്പരിപ്പിട, ഉണക്കമുളക്, കറിവേപ്പില. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി ചതച്ചാണ് ഇടേണ്ടത്. ഇനി കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ചെറുതായി ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയും കൂടിയും ഇടുന്ന് വാടട്ടെ. കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കാം. നന്നായി വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാല വേറെ ഒന്നുമില്ല, 2 മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ്, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇതും കൂടി നന്നായി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതുപോലെയുള്ള കയ്യിലൊക്കെ ഉണ്ടാവും, അത് കുത്തി ഉടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉടച്ചാലും മതി. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് നേരം തിളയ്ക്കണം. നന്നായി തിളച്ച് കുറുകി വരും. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അടിപൊളി സ്മെല്ലാണ് വരുന്നത്. ഇത് നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ചപ്പാത്തിരിയും പൂരിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. ഞാനിന്ന് പൂരിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം നമ്മുടെ സിമ്പിളായിട്ടൊരു കറി പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പം നിങ്ങളും ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൻ വേൾഡിൽ കമൻസ് അറിയിക്കുക മാത്രം പോരാ, എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പം എല്ലാവരും ആദിലക്ഷ്മി കിച്ചൻ വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പം എല്ലാവർക്കും ബൈ.